ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് ഈസ് എ മോണോമർ ഓഫ് ന്യൂക്ലിക് ആസിഡ് അല്ലെ. ന്യൂക്ലിയോടൈഡ് ഈസ് എ മോണോമർ ഓഫ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ന്യൂക്ലിക് ആസിഡുകളാണ് DNA എന്ന് പറയുന്നതും അതുപോലെ RNA എന്ന് പറയുന്നത്. DNA മീൻസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇപ്പൊ DNAയും RNAയും എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇപ്പൊ നമ്മളുടെയൊക്കെ സ്വഭാവങ്ങൾക്ക് കാരണമായിട്ട് സെല്ലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാവിധ ജീനുകള് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് DNA എന്ന് പറയുന്നത്. ഇനി എന്നാൽ ചില ഇനം വൈറസുകളിലെ ജനറ്റിക് മെറ്റീരിയൽ ആണ് RNA എന്ന് പറയുന്നത്. ഇനി ഈ DNAയുടെ പ്രോസസ്സുകൾ നടക്കണമെങ്കിൽ അതിനും ചില RNAകൾ ആവശ്യമുണ്ട്. അത്തരത്തിൽ mRNA, rRNA, tRNA എന്നീ സ്ട്രക്ചറുകളുള്ള RNAയുടെയും സഹായത്താലാണ് DNA ജനറ്റിക് ആയിട്ട് ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ ജീനുകളെ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ DNAയും RNAയും ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ആ സിംഗിൾ യൂണിറ്റുകളാണ് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി DNAയും RNAയുടെ സ്ട്രക്ചറുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ന്യൂക്ലിയോടൈഡുകളുടെ സ്ട്രക്ചറുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. DNA ഉണ്ടാക്കിയിരിക്കുന്ന മോണോമർ ആണ് ന്യൂക്ലിയോടൈഡ്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻസുകൾ ചേർന്നതാണ്. ഒന്ന് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് ഇതൊരു ഹെറ്ററോസൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പൊ ഹെറ്ററോസൈക്ലിക് റിങ് എന്ന് നമുക്ക് വിളിക്കാം. ഹെറ്ററോസൈക്ലിക് റിങ്ങുകൾ. പിന്നെയോ നൈട്രജൻ ബേസിന്റെ കൂടെ പെൻഡോസ് ഷുഗർ കൂടാതെ ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ നൈട്രജൻ ബേസ്, പെൻഡോസ് ഷുഗർ, ഫോസ്ഫോറിക് ആസിഡ് എന്നീ 3 സ്ട്രക്ചറുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ്, പെൻഡോസ് ഷുഗർ, ഫോസ്ഫോറിക് ആസിഡ് ഈ 3 സ്ട്രക്ചറുകൾ കാണപ്പെടുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇത് എന്താണ് നൈട്രജൻ ബേസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ലിവിങ് ഓർഗാനിസത്തിൽ കണ്ടെത്തിയ നൈട്രജന്റെ കോമ്പൗണ്ട്സുകളാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളതാണ്. ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ്. അപ്പോൾ നൈട്രജൻ ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഒരു മോണോസൈക്ലിക് ആയിട്ടാണ്, ഇവിടെ നമുക്കൊരു ഡബിൾ സൈക്ലിക് ആയിട്ട് കാണാം. അത്തരത്തിലുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സുകളാണ് ലിവിങ് ഓർഗാനിസംസിൽ കണ്ടെത്തിയത്. ഇനി ഈ സ്ട്രക്ചർ ഉള്ളവരെ ഇവിടെ ഈ ഒരു ഡബിൾ റിംഗ് സ്ട്രക്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഘടനയുള്ള ആളുകളെ പ്യൂരിൻ നൈട്രജൻ ബേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പ്യൂരിൻ വിഭാഗത്തിൽ വരുന്ന 2 ബേസുകളാണ്, ഒന്ന് അഡിനിൻ, 2 ഗ്വാനിൻ എന്ന് പറയുന്നത്. അപ്പോ നൈട്രജന്റെ ഹെട്രോസൈക്ലിക് റിംഗ് ആയിട്ട് കാണപ്പെടുന്ന പ്യൂരിൻ വിഭാഗത്തിലുള്ളവരാണ് അഡിനിൻ, ഗ്വാനിൻ. എന്നാൽ ഈ ഒരു ഘടനയിൽ കാണപ്പെടുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ പിരമിഡീനുകൾ എന്ന് വിളിക്കുന്നത്. ഈ പിരമിഡീനിൽ വരുന്ന ബേസുകളാണ് തൈമീൻ, സൈറ്റോസിൻ, യുറാസിൻ. അപ്പോൾ നമുക്ക് 5 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ലിവിങ് ഓർഗാനിസത്തിൽ കണ്ടെത്തിയത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൻസ്. അപ്പൊ 2 ടൈപ്പാണ്, ഒന്ന് പ്യൂരിൻ, 2 പിരമിഡിൻ വിഭാഗത്തിലുള്ളത്. ബേസ് പോലെ അടുത്ത സ്ട്രക്ചർ ആണ് പെൻഡോസ് ഷുഗർ. അപ്പൊ പെൻഡോസ് ഷുഗർ എന്ന് പറയുമ്പോൾ 5 കാർബൺ ഷുഗർ ആണ്. അപ്പൊ ഷുഗറിന്റെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. C5H10O5 ആണ് അല്ലെ. അപ്പൊ ഈ C5H10O5 എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ള ഷുഗറുകളെയാണ് റൈബോസ് ഷുഗർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഇനി ഇത് RNAയിൽ കാണപ്പെടുന്ന ഷുഗർ ആണ്. എന്നാൽ DNA കാണപ്പെടുന്ന ഷുഗറിനെ വിളിക്കുന്ന പേര്
ഡിയോക്സി റൈബോസ് എന്നാണ്. അതായത് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഓക്സിജൻ റിമൂവൽ ആയിട്ടുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ടോട്ടൽ C5H10O4 എന്നാണ്. പെൻഡോസ് ഷുഗർ തന്നെ രണ്ട് തരത്തിലുണ്ട്, റൈബോസ് ഷുഗറും ഡിയോക്സി റൈബോസ് ഷുഗറുകളും. ഓക്കെ, ഇനി അടുത്തത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഇതിൽ കാണപ്പെടുന്ന ആസിഡ് ആണ്, ഇതിന് ആസിഡ് പ്രോപ്പർട്ടി കൊടുക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് മൂന്നും ചേർന്നിരിക്കുന്ന യൂണിറ്റ് ആണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് ഒരു ന്യൂക്ലിയോടൈഡ്. എന്നാൽ നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ആദ്യമേ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ന്യൂക്ലിയോസൈഡ്? നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ആണ് ന്യൂക്ലിയോസൈഡ്. എന്നാൽ ന്യൂക്ലിയോടൈഡോ? അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി വരികയാണെങ്കിലാണ് അതൊരു ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ആകുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും ഷുഗറുമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ന്യൂക്ലിയോസൈഡ് ആണ് അഡിനോസിൻ എന്ന് പറയുന്നത്. അപ്പൊ അഡിനിൻ പ്ലസ് ഷുഗർ അഡിനോസിൻ. അടുത്തത് ഗ്വാനിൻ പ്ലസ് ഷുഗർ ഗീവ്സ് ഗ്വാനോസിൻ. അപ്പൊ പ്യൂരിൻ വിഭാഗത്തിൽ വരുന്ന ആളുകളായതുകൊണ്ടാണ് ഈ INEയിൽ തീരുന്നത്. അഡിനിൻ പ്ലസ് ഷുഗർ അഡിനോസിൻ ആൻഡ് ഗ്വാനിൻ പ്ലസ് ഷുഗർ ഗ്വാനോസിൻ. അടുത്തത് പിരമിഡിൻ വിഭാഗത്തിലാണ്, അതുകൊണ്ട് തന്നെ DINE ആണ് വരുന്നത്. തൈമിൻ പ്ലസ് ഷുഗർ തൈമിഡീൻ, യുറാസിൻ പ്ലസ് ഷുഗർ യൂറിഡീൻ ആൻഡ് സൈറ്റോസിൻ പ്ലസ് ഷുഗർ സൈറ്റിഡീൻ. അപ്പോൾ ഇത്തരത്തിൽ 5 തരത്തിലുള്ള ന്യൂക്ലിയോസൈഡുകൾ ഫോം ചെയ്യുന്നു. പിന്നീട് ഇതിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ ആസിഡ് ഫോം ആകുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ് ആയ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നു. അഡിനിൻ പ്ലസ് ഷുഗർ പ്ലസ് അഡിനോസിൻ ഉണ്ടായി, ഇതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ ഇത് അഡിനിലിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. ആ ന്യൂക്ലിക് ആസിഡ് ആണ് അഡിനിലിക് ആസിഡ്. ഗ്വാനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണെങ്കിലോ ഗ്വാനിലിക് ആസിഡ്. അടുത്തത് തൈമിഡിൻ പ്ലസ് ഫോസ്ഫേറ്റ് തൈമിഡിലിക് ആസിഡ്. യൂറിഡിൻ പ്ലസ് ഫോസ്ഫേറ്റ് യൂറിഡിലിക് ആസിഡ്. സൈറ്റിഡിൻ പ്ലസ് ഫോസ്ഫേറ്റ് സൈറ്റിഡിലിക് ആസിഡ്. അപ്പോ ഓരോ തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകളായിട്ട് മാറുന്നത് ഈ നൈട്രജൻ ബേസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ DNA എന്ന് പറയുന്നതിൽ കാണപ്പെടുന്ന ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ ആണ്. യുറാസിൽ എന്ന് പറയുന്നത് DNAയിൽ ആബ്സെന്റ് ആണ്. ഇനി RNA എന്ന് പറയുന്ന സ്ട്രക്ചറിലാണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ, അവിടെ തൈമിൻ എന്ന് പറയുന്നത് ഇല്ല, മറിച്ച് യുറാസിലും സൈറ്റോസിനുമാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ ഇത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറയുന്ന ഭാഗം വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഒരു ന്യൂക്ലിയോസൈഡിന്റെ സ്ട്രക്ചർ നോക്കാം. ഈ തന്നിരിക്കുന്ന ഒരു 5 കാർബൺ ആയിട്ടുള്ള പെൻഡോസ് ഷുഗർ ആണ്. പെൻഡോസ് ഷുഗറിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു അഡിനിൻ സ്ട്രക്ചർ ആണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത് ഒരു നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ആണ്. ഈ സ്ട്രക്ചറെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ 5ാമത്തെ പൊസിഷനിലുള്ള കാർബൺ, ഓക്കെ, ഈ 5ാമത്തെ പൊസിഷനിലുള്ള കാർബൺ അല്ലെങ്കിൽ 3ാമത്തെ പൊസിഷനിലുള്ള കാർബണിലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്താൽ, ഒരു ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും ഇത് അറ്റാച്ച് ചെയ്താൽ ഇത് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയി. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ പരീക്ഷക്ക് തന്നിട്ട് ചോദിക്കാറുള്ളതാണ്, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ